താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ അമ്മയെ നാട്ടിച്ചു. ബ്ലിങ്കിലേക്ക് സ്വാഗതം. കാലം പോയ പോക്കേ. മന്ത്രിപ്പണി അറിയില്ലെങ്കിലും പാട്ടും ഡാൻസും കൊണ്ട് കടന്നിറയാമെന്നാണ് നമ്മുടെ വനിതാ മന്ത്രിമാർ കേരളത്തിൽ ഇപ്പോൾ പയറ്റുന്ന തന്ത്രം. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? ഭാഗ്യം ന്യൂ ഇയർ സന്ദേശം ബിന്ദു മാഡത്തിന് ഇംഗ്ലീഷിലങ്ങ് കാച്ചാൻ തോന്നാത്തത്. എൻ്റെ പൊന്നോ, പെറ്റ തള്ള സഹിക്കില്ല ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഇംഗ്ലീഷ് തള്ളു. Wherever I go, I take my house. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതല്ലേ. പക്ഷേ ഡാൻസ് കിട്ടില്ല കേട്ടോ. ഐറ്റം നമ്പർ അല്ലെങ്കിലും സംഗതി കിട്ടുത്തു. നമ്മുടെ ഗതാഗത മന്ത്രിന്റെ KSRTC ഗാനമേള സംഗമത്തിൽ ഒരു പ്രധാന ആകർഷണമായിട്ട് വേണമെങ്കിൽ ബിന്ദു മേഡത്തിന്റെ വീണ മേഡത്തിന്റെയും തുള്ളൽ ഡാൻസിന് ഉൾപ്പെടുത്തിയ നന്നായിരുന്നു ഗണേശേട്ടാ. 4 മാസം കഴിഞ്ഞാ ഇവരൊക്കെ വീട്ടിലിരിപ്പല്ലേ. അപ്പോൾ ഈ പാവങ്ങൾക്കൊരു വരുമാനമാകും. അതുകൊണ്ട് പറഞ്ഞതാട്ടോ. ഈ വീണ മേഡത്തിന്റെ കയ്യിൽ നല്ല പാട്ടുമുണ്ട്. അപ്പൊ എങ്ങനാ വീണ മേഡം ഓൺ ദ സ്റ്റേജ്? കപ്പിത്താന്റെ അനുഗ്രഹവും സിസ്റ്റത്തിന്റെ പോരായ്മയും സമയം ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലേ? വള്ളി പൊട്ടിയ അണ്ടർവയർ നിയമസഭാ മന്ദിരത്തിന് ഇങ്ങനെ വട്ടം ചുറ്റുന്നതായ ഒരു വാർത്ത ഇങ്ങനെ കേൾക്കണുണ്ട് കേട്ടോ. നമ്മുടെ വിദേശ പൗരന്റെ ജെട്ടി പുറത്തുവിട്ട വാട ഇപ്പൊ കേരളത്തിൽ ഇങ്ങനെ കറങ്ങി നടന്ന് അവസാനം പെട്ടുന്നാ കേൾക്കണത്. ഈ ഡ്രോയർ മിസ്റ്റർ ആൽബർട്ടോവിനെ ഒന്ന് ഉടിപ്പിക്കാമോ? ഇതല്ല, ആ ഡ്രോയർ ഇതല്ല. എന്തോ നന്നായത്. തീവ്രത അളന്നവർക്ക് എന്ത് ജട്ടിയല്ലേ. എന്നാലും എടുത്തു വെച്ചോ, അടുത്ത പാർട്ടി സമ്മേളനത്തിൽ ഉയർത്താൻ നമുക്ക്. വീഴ്ചകൾ പലതാണ് LDFന്. സ്വർണ്ണപ്പാളിയിൽ തട്ടി വീണു, വിവിധ അഴിമതികളിൽ തട്ടി വീണു. പക്ഷെ കേവലം ഒരു ജട്ടിയിൽ തട്ടി വീണത് അതും കേരള ജനത സഹിക്കണം. എല്ലില്ലാത്ത നാക്കല്ലേ, ആർക്കെന്താ പറഞ്ഞുകൂടാത്തത്? ഒരു MLAയുടെ ഒരവസ്ഥയെ. മുൻ മന്ത്രിയായിരുന്നു കേട്ടോ. പാവം, ആ മുഖം ഒന്ന് കാണണം. സംഗതി ഓർക്കുമ്പോ ചിരി അടക്കാൻ കഴിയുന്നില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ നല്ല ചിഹ്നമായത് ജട്ടി. നമ്മുടെ ചിഹ്നം ജട്ടി. പ്രിയ പ്രബുദ്ധ വോട്ടർമാരെ, നിങ്ങളുടെ ഓരോ വിലയേറിയ വോട്ടും ജട്ടി അടയാളത്തിൽ രേഖപ്പെടുത്തി പ്രമുഖ നേതാവിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ സംഗതി ശുഭമായി. MLA പണിയും തെറിച്ചു എന്നാ കേൾക്കണത്. സാരമില്ല MLA, മുൻ MLA, ജട്ടി ലേലത്തിന് വെച്ചെങ്കിലും നമുക്ക് ജീവിക്കാം. എന്തേ? നിങ്ങളറിഞ്ഞോ, തിരുവനന്തപുരത്തൊരു ലഹള പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഞാനൊന്നും പറയാനില്ലേ, എന്നാലും പറയാതിരിക്കാൻ വയ്യ. ലഹളയ്ക്ക് കാരണം നമ്മളെ പുതിയ മേയറും ഗണേശൻ മന്ത്രിയും പിന്നെ ഇലക്ട്രിക് ബസ്സും ആണെന്നാ കേൾക്കുന്നത്. ഉത്തരച്ച് പുറപ്പുറം തൂക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതാണെന്ന് തോന്നുന്നു. നമ്മുടെ പുതിയ മേയർ അധികാരത്തിൽ കയറിയ ഉടൻ തിരുവനന്തപുരം അങ്ങ് നന്നാക്കി കളയാം എന്ന നെട്ടോട്ടത്തിലാണ്. പക്ഷെ സംഗതി പാളിയതായാണ് ഇപ്പൊ പുറത്തു വരുന്ന വിവരം കേട്ടാ. അങ്ങനെ നിങ്ങൾ കോർപ്പറേഷൻ ബസ് കൊണ്ട് ഞെളിയണ്ടാന്ന് മേയർ. പാപം, പരിചയക്കുറവാണെന്ന് ഗണേഷു. മേയർ എഴുതി തന്ന കോർപ്പറേഷന്റെ ഇലക്ട്രിക് ബസ്സുകൾ തിരിച്ചു തരാമെന്ന് ഗണേശേട്ടൻ. പക്ഷെ അത് ഗതാഗത വകുപ്പിന്റെ സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. മാത്രമല്ല, ടിക്കറ്റ് മെഷീൻ, ഡ്രൈവർമാര്, കണ്ടക്ടർമാര് ഒക്കെ ഗതാഗത വകുപ്പിൻ്റെതാണ്. അവരെയും വിട്ടു തരില്ല. ഇത് ഗതാഗത മന്ത്രി പറഞ്ഞപ്പോ മേയറെ ഇരുത്തി അങ്ങോട്ട് ചിന്തിപ്പിച്ചു. ഇപ്പൊ കുരങ്ങ് പാമ്പിനെ പിടിച്ച മാതിരിയാ മേയർ. മറ്റൊരു കാര്യം മറന്നു കിടക്കുകയായിരുന്നു. നമ്മുടെ മേയർ സ്ഥാനം കിട്ടാത്ത പ്രശസ്തയായ ഒരു കൗൺസിലറുടെ പ്രകടനവും കേരളം കഴിഞ്ഞ ആഴ്ച കണ്ടു. ഇപ്പൊ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. പാവം, കിളി പറന്നപ്പോ കൈവിട്ട് പോയതാന്നാ പറയണത്. എന്റെ ബ്ലഡ് വല്ലാതെ ഹീറ്റ് ആയിരിക്കുക. ആന കൊടുത്താൽ ആശ കൊടുക്കരുത്. ആന കൊടുത്താലും കിളിയേ
MLA ഇരിക്കുന്ന കസേര നോട്ടമിട്ടിറങ്ങിയ വക്രദൃഷ്ടിക്ക് കനത്ത ട്രോളുകളാണ് ഇപ്പോൾ തിരിച്ചടി ആയിരിക്കുന്നത്. എന്നിട്ടും പവർ കാണിക്കാൻ മേടം കാട്ടിയ പ്രകടനം അതങ്ങോട്ട് പൊട്ടി ചീറ്റി നാണക്കേടായി. മേയർ സ്ഥാനം കിട്ടുമെന്ന സ്വപ്നം തകർന്നപ്പോൾ മേയറേക്കാൾ തനിക്ക് കഴിവുണ്ട് എന്ന് കാണിക്കാനുള്ള ഗിമ്മിക്കുകളാണോ ഇത് എന്നും സംശയിക്കുന്നുണ്ട്. മാഡം ഒരു MLA സീറ്റ് അങ്ങ് തരട്ടോ. അയ്യോ വേണ്ടേ മാഡം? ഇതങ്ങനെയാണ്. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും വിറയ്ക്കും. കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മേയർ സ്ഥാനാർത്ഥിയായി കെട്ടിയെഴുന്നള്ളിച്ച ആളായിരുന്നല്ലോ. പാവം, ഒരുപാട് പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷയിൽ നിന്നുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഒരു MLA സീറ്റ് കൂടി, അതായത് മത്സരിക്കാൻ ഒരു MLA സീറ്റ് കൂടി കിട്ടുമെന്ന് പുറകിലെ സംസാരത്തിൽ തെളിഞ്ഞു വന്നപ്പോൾ മേഡം അറിയാതെ അങ്ങ് പുളകതിയായി ഇല്ലേ? ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മേഡം കണ്ട സ്വപ്നം അങ്ങ് പ്രാവർത്തികമാക്കാൻ കഴിയാതെ മേഡത്തിനെ ചെവിയേ തൂക്കി ശാസ്തമംഗലത്ത് കൊണ്ടിട്ടു സുരേന്ദ്രനും സംഘവും. രാജീവ് ചന്ദ്രശേഖരും കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. കഴിഞ്ഞ 6 മാസം പാടുപെട്ടിട്ട് എനിക്ക് തന്നെ ഒരു കോൺട്രാക്ട് ഒത്തു കിട്ടിയത്. പാവം, മേഡം ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ. പോട്ടെ. പോലീസ് തലപ്പത്തിരുന്ന മേഡത്തിന് രാഷ്ട്രീയം അറിയില്ലല്ലോ, അതുകൊണ്ട് പറ്റിയതാ. സാരമില്ലാന്നേ. എന്തായാലും കേരളത്തിൽ നടക്കുന്നത് വാൻ കോമഡി ഷോയാണ് എന്നതിൽ ഒരു തർക്കമില്ല കേട്ടോ. കൊമേഡിയന്മാരായ LDF BJP താരങ്ങളെ കൊണ്ട് കേരളം തോറ്റു മുട്ടിഞ്ഞു. ഒരേ എല്ലിൻ കഷ്ണത്തിന്റെ രണ്ടറ്റങ്ങളിൽ ഉറിഞ്ചി വളരുന്ന 2 ചെന്നായ്ക്കൾ. ബ്ലിങ്ക് തുടരും കേട്ടോ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.